പ്രേക്ഷകരെ നമുക്ക് തലസ്ഥാനത്തേക്ക് ഒന്ന് പോകാം. അവിടെ ഇന്ന് കേരളത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലായിരിക്കും ചടങ്ങ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സുനിഷ ഏല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് യാത്ര അയക്കുന്ന സമയത്ത് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ പോയിരുന്നില്ല. ഇപ്പോൾ ആർലേക്കറെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മന്ത്രി പോയിട്ടുണ്ട്, മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇവരൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ സുനിഷ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഇത് ആർലേക്കറെ സ്വാഗതം ചെയ്തിരുന്നു എയർപോർട്ടിൽ വെച്ച്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരിക്കുകയാണ്. മന്ത്രിമാരെല്ലാവരും ഉണ്ടോ? അതും മന്ത്രിമാരെല്ലാം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി, കൃഷ്ണൻകുട്ടി, പി രാജീവ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ പുതിയ ഗവർണർ സ്ഥാനമേൽക്കും, ചുമതലയേൽക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഏകദേശം 10:25 തന്നെ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുമെന്നുള്ളതാണ്. നിയുക്ത ഗവർണർക്ക് രാജ്ഭവന് പുറത്ത് ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷം പ്രത്യേക വേദിയിലേക്ക് നിയുക്ത ഗവർണർ കടന്നു വരും. അതിനുശേഷം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 10:30 ആ ചടങ്ങ് ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാജ്ഭവനിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രിമാർ, മറ്റ് പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ രാജ്ഭവനിലെ ഈ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും 10:00 സുനിഷ, ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ, ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് തന്നെ ആർലേക്കറെ സ്വാഗതം ചെയ്യാൻ പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ആർലേക്കറെ മുഖ്യമന്ത്രിയുടെ തോളത്തൊക്കെ തട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന സമയത്തും നമ്മൾ സ്വാഗതം ചെയ്തിരുന്നത് എന്നതാണ്. പക്ഷേ പിന്നീട് തിരിച്ചു പോകുന്ന സമയത്ത് ആരും പോയില്ല യാത്ര അയക്കാൻ. ഈ വരവ് എന്തായാലും എല്ലാവരും ചേർന്ന്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേർന്ന് നല്ല രീതിയിൽ തന്നെ പുതിയ ഗവർണറെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനി ഗവർണർ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള വേദി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ബീഹാറിൻ്റെ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ എത്തിയിരുന്നു. സ്പീക്കർ അടക്കമുള്ളവർ എത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ കേരള രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഇപ്പോൾ വേദിയിലേക്ക് എത്തുകയാണ്. 10:30 കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇപ്പോൾ വേദിയിൽ രാഷ്ട്രീയ നേതാക്കളെ കാണാം. വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എത്തിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന മന്ത്രിമാർ എല്ലാവരും തന്നെ ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെയും പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ CV ആനന്ദബോസ്, കൽക്കട്ട വെസ്റ്റ് ബംഗാൾ ഗവർണർ ആനന്ദബോസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സ്പീക്കർ AN ഷംസീർ, ഒപ്പം പ്രതിപക്ഷ നേതാവ് മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ഇപ്പോൾ ഉണ്ട്. ഒപ്പം ശശി തരൂർ MP കാണാം പ്രേക്ഷകർക്ക്. A റഹീമുണ്ട്, രാമചന്ദ്രൻ കടന്നപ്പള്ളി, അങ്ങനെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും MP മാരുമൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ്. രാജ്ഭവനിൽ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിധിൻ മധുകർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യും. സുനിഷയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വളരെ വേഗം എത്താം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയും ഇപ്പോൾ എത്തും. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി എത്തും. അതിനുശേഷം 5 മിനിറ്റോടുകൂടി
5 മിനിറ്റിനുള്ളിൽ തന്നെ പരിപാടികൾ ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ എത്തുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നേരത്തെ കണ്ടത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പോയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. സുനിഷ ഏലിലുണ്ട്. സുനിഷ, 10:30 സമയം അല്ലേ? അതെ അരുൺ, 10:30 ആ സമയം പറഞ്ഞിരിക്കുന്നത്. കൃത്യം 10:30 തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ളത് തന്നെയാണ്. സത്യപ്രതിജ്ഞയ്ക്കായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതായാലും രാജ്ഭവനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ രീതിയിൽ തയ്യാറാണ്. പുറത്ത് ഗവർണർക്ക്, അതായത് നിയുക്ത ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമാണ് ഇത് പോലീസിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകും. അത് അല്പസമയത്തിനകം തന്നെ ഏകദേശം 25 തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകുമെന്നതാണ്. അതിനുശേഷം ഗവർണർ, നിയുക്ത ഗവർണറെ അകത്തേക്ക് രാജ്ഭവനിലെ പ്രത്യേക വേദിയിലേക്ക് കടന്നുവരും. അതിനുശേഷം 10:30 തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അങ്ങനെ നിയുക്ത ഗവർണർ കേരളത്തിന്റെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുമെന്നാണ്. ഏതായാലും ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എല്ലാ മന്ത്രിമാരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മന്ത്രി റിയാസ് തിരിച്ചുവരാം സത്യപ്രതിജ്ഞാ വേദിയിലേക്കും ചടങ്ങിലേക്കും വളരെ പെട്ടെന്നൊരു